ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ കുഞ്ഞിനെ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് ഇന്നത്തേക്ക് 11 ദിവസമായിട്ടാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാട്ടാ. കുഞ്ഞൻസ് എൻ്റെ ഓട്ടോറിക്ഷയാണ് കേട്ടാ. അതിൻ്റെ പേര് കുഞ്ഞൻസ്. നിങ്ങളിപ്പോൾ ചിരിക്കുന്നുണ്ടാവും പേര് കേട്ടിട്ട്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വർക്ക്ഷോപ്പിൽ പോയി നോക്കിയായിരുന്നു. അപ്പോൾ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, എന്നോട് പറഞ്ഞത് നൗഷാദ് പറഞ്ഞത് ഏതാണ്ട് 5 ദിവസം കൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് നൗഷാദിന് പനി പിടിച്ച് പണിക്കാർക്കൊക്കെ പനിയായിപ്പോയി. അപ്പോൾ നമ്മുടെ വർക്കും പെൻഡിങ് ആയി. അപ്പോൾ നമ്മുടെ ഓട്ടോയുടെ ഫുൾ ബോഡി വർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 6 വർഷം മുമ്പ് ഞാൻ ബോഡി വർക്ക് ചെയ്തതായിരുന്നു. അത് കമ്പനി വരുന്ന പൈപ്പ് തന്നെ ഇട്ടാണ് ചെയ്തത്. അപ്പോൾ ആ ബോഡിയെ കഴിച്ചപ്പോൾ കംപ്ലീറ്റ് തുരുമ്പാണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ് രണ്ടാമത് ബോഡി പണിതോളാൻ പറഞ്ഞിട്ടാ. അപ്പോൾ അതുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൂട്ടിയത് മുളച്ചിരിക്കുന്ന പോലെ അത് ഭംഗി കുറവുണ്ടാവും. പാച്ചൊക്കെ ചെയ്ത പോലെ ഞങ്ങൾ ഫുള്ളായിട്ട് പൊളിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാ. അപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സ്ക്വയർ പൈപ്പ് ഇട്ടാട്ടാ. കംപ്ലീറ്റ് സ്ക്വയർ പൈപ്പാക്കി. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, കമ്പനി വരുന്ന പൈപ്പ് തന്നെയാണ്. അത് തുരുമ്പ് പിടിച്ചായിരുന്നു. എൻ്റെ 6 വർഷമായി തുരുമ്പ് പിടിച്ച് ഏകദേശം എല്ലാം പോയി. അപ്പോൾ ഞാനിന്ന് നമ്മുടെ വീഡിയോയുടെ ഇൻട്രോ ചെയ്യുന്നത് ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, എങ്ങനെ നമ്മുടെ വീട്? അപ്പോൾ ഞാൻ വാടകയ്ക്കാണ്. നമ്മുടെ പുതിയ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നത് 2 മാസത്തിനകത്ത് നമുക്ക് അങ്ങോട്ട് താമസം മാറ്റാം എന്നാണ്. എന്തായാലും അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാട്ടോ. അപ്പോൾ അവസാന മിനുക്ക് പണിയാണ്. അതായത് കബോർഡിൻ്റെ വർക്കും അതുപോലെ തന്നെ ഇൻറ്റീരിയലും പിന്നെ അതുപോലത്തെ വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടൈലിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടാണ്. എന്നാൽ ഇൻട്രോ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ നമുക്ക് സമയം കളയാതെ പോകാം നൗഷാദിൻ്റെ വർക്ക്ഷോപ്പിലേക്ക്. മട്ടാഞ്ചേരി നൗഷാദിൻ്റെ നമ്മുടെ കുഞ്ഞാൻസ് നമ്മുടെ മറ്റൊരു കുഞ്ഞൻ്റെ ഇതൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് നല്ല ഉറക്കമുണ്ട്. അവിടെ കുഞ്ഞിനെ കാണിച്ചു തരാം. അവന് 2 ദിവസമായിട്ട് പനിയും ചുമയും കഫക്കെട്ടൊക്കെ ആയിട്ട് ഇപ്പം ഒന്ന് മാറിയിട്ടുണ്ട്. അതിൻ്റെ ആശ്വാസത്തിലാണെന്ന് തോന്നുന്നു. നല്ല ഉറക്കമാണ്. ഞാൻ കാണിച്ചു തരാം നമ്മുടെ കുഞ്ഞന, ജാബിർ കുഞ്ഞന. അതെ, ജാബിർ കുഞ്ഞൻ നല്ല ഉറക്കമുണ്ടാ. നോക്കി ഉറങ്ങി നോക്കി. കുഞ്ഞുട്ടാ കണ്ണൂർന്ന് കുഞ്ഞുട്ടാ ഉറങ്ങിക്കോട്ടാ. പാപ്പി പോയിട്ട് വരാം. അപ്പം നമ്മുടെ വീടിൻ്റെ നമ്മുടെ വീട് നോക്കിയേ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നോക്കിയേ, ഇതിപ്പോൾ ഞാൻ പുതുതായി പണിയുന്ന വീടിൻ്റെ ബാക്ക് വശം കേട്ടോ. അടുക്കള ഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് അവിടെ ആയിട്ട് വരും. ഈ ഭാഗത്തായിട്ട് അതാണ് മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് ഇങ്ങനെ കയറി വരും. പക്ഷെ വലിയ വഴിയൊന്നുമില്ല കേട്ടോ. ഒരു ബൈക്ക് കയറുള്ളൂ മെയിൻ വഴി കൂടെ. അപ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പോകാം. താഴത്തിലേക്ക് ഇഷ്ടംപോലെ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പല്ലൊക്കെ പോകും. എന്താ ഇതെൻ്റെ സ്കൂട്ടർ ടിയോ. ഓക്കെ, ഇപ്പോൾ രാവിലെ 8:30 മണിയായിട്ടുണ്ട് കേട്ടോ. 8:30 ഇവിടുന്ന് നമുക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ മട്ടാഞ്ചേരിയിൽ എത്തുമ്പോൾ ഒരു 1.5 മണിക്കൂറാവും. 25 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് യാത്ര. അപ്പോൾ നമുക്ക് ഫോട്ടോ വെച്ച് ബസ് എത്തിക്കഴിഞ്ഞാൽ ഒറ്റ ബസ്സിൽ നമുക്ക് നൗഷാദിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഫോട്ടോ വെച്ച് ബസ് കിട്ടണം. അമ്പത് ഇതാരാ നോക്കിയേ, റിയാസിന് നമ്മൾ പൂവപ്പാടം ബസ് സ്റ്റോപ്പ് വെച്ച് കണ്ടിട്ട്. അറിയാത്ത എങ്ങടാ? വർക്ക്ഷോപ്പിലേക്കാടാ, കേറിക്കോട്ടെ. പോവാ റിയാസ പനിയായി പോയെന്ന് പറഞ്ഞ്
അതല്ലേ അതല്ലേ റിയാസിന്റെ മാറിയാ അതല്ലേ പനി അനുഭവം നമ്മുടെ ഓട്ടോയുടെ വർക്കൊക്കെ പെൻഡിങ് ആയില്ലേ? ഓ റിയാസ് ഇപ്പൊ എവിടെ പോയതാ? വണ്ടി എടുക്കാണ്ടി പോയി. അതല്ലേ എന്നാലും റിയാസിനെ കണ്ടത് ഭാഗ്യമായി. നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ ഇടംവരെ തീരാറായില്ലേ? പൈപ്പ് അടിച്ചാ? അതല്ലേ റിയാസിനെ നമ്മ വഴിന്ന് കണ്ടുമുട്ടിയാണ്ടാ. എന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായിടൂ? മനസ്സിലായി. അതല്ലേ മട്ടാഞ്ചേരി നൗഷാദിന്റെ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. മട്ടാഞ്ചേരി നൗഷാദിന്റെ വർക്ക്ഷോപ്പിലെ എല്ലാ വർക്കേഴ്സിനെയും പനി പിടിച്ചില്ലേ? നൗഷാദ് നോക്കിയേ, നൗഷാദിന് പനി പിടിച്ചിട്ട് സംസാരിക്കാൻ തന്നെ പറ്റില്ല, ഫോണിൽ കൂടി വിളിച്ചിട്ട് അല്ലേ? സൗണ്ടൊക്കെ മാറിപ്പോയി. നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ ഇടുമ്പരേ വെച്ചാനെ. ആരാ വന്നേക്കണ നോക്കിയേ? നൗഷാദിന്റെ വലം കൈ കണ്ടാ? വലം കൈ അല്ലത്, വലം കൈ കൊണ്ട് നോക്കിയേ. നമ്മുടെ വണ്ടി കാണാൻ തിടക്കമായിട്ടാ. നമ്മുടെ വണ്ടി പറഞ്ഞോ എവിടെ? അവിടെ എടുക്കണത് അതേ എടുക്കണം നമ്മുടെ വണ്ടി. റിയാസ് ആ വണ്ടി ഒന്ന് നോക്കി കൊടുക്കാൻ. റിയാസ് ഇപ്പൊ വരൂ. അമ്പോ അതേ നോക്കിയേ, സൈഡ് ഗ്ലാസ് വെച്ചിട്ടാ. സൈഡ് ഗ്ലാസ് വെച്ച് നമ്മുടെ സൈഡ് നോക്കി, സൈഡ് ലെവലിലാണ്ട് എടുത്തേക്കണ. അമ്പോ അതെ നോക്കി. ഹായ് നൗഷാദ, ഇതാരാ? റഫീഖ്. ആദ്യമായിട്ടാ കാണണ കേട്ടാ. ഇതാ വണ്ടി ഓടിക്കണ, ഓട്ടോ ഓടിക്കണ? അതല്ലേ പുതിയ വണ്ടി എടുത്താണാ? ആ അതല്ലേ ഏതാ 5 സീറ്റർ ഏതാണ്? ആപ്പേ CNG ആണാ? നോക്ക് നോക്ക് നൗഷാദ്, നമ്മുടെ വണ്ടിയുടെ പണി എവിടെ വരെ? ഇന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാ വന്നത്. സൗണ്ട് ക്ലിയർ ആയിട്ടില്ലല്ലോ അല്ലേ? സൗണ്ട് ഒക്കെ പോയില്ലേ? അതല്ലേ വർക്കൊക്കെ പെൻഡിങ് ആയില്ലേ? വണ്ടിയൊക്കെ തൂങ്ങി പിടിച്ചായിരുന്നു കൊണ്ടിറക്കാൻ വേണ്ടിട്ട് തൂങ്ങി. മറ്റേ വണ്ടി നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഇപ്പൊ വല്ല പണി കഴിഞ്ഞിട്ട് ഇട്ടാ മതിയാ? അല്ലേ സെറ്റ് ആവുമെന്ന് നോക്കണം അല്ലേ? അപ്പോൾ പെയിന്റ് ഒക്കെ കയറി പിടിച്ചോളും. ഓക്കെ, ഞാൻ പറഞ്ഞാൽ നമ്മൾ വണ്ടി സ്ക്വയർ പൈപ്പ് ഇട്ടാണ്ട് ചെയ്യുന്നതായിരുന്നു. കണ്ടോ, ഇവിടെയൊക്കെ ആദ്യം കമ്പനി പൈപ്പ് ആയിരുന്നു, ഇപ്പോൾ നമ്മൾ സ്ക്വയർ പൈപ്പ് ഇട്ട് ഓക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ നമ്മുടെ കുഞ്ഞനാ ഒക്കെ സ്ക്വയർ പൈപ്പാണ് കേട്ടോ.
പക്ഷെ അത് ഇവിടെ ഒരു ഇനി പണിയുണ്ട് തോന്നുന്നല്ലേ പൈപ്പ് വരാണ്ട് ഇനി ഇനി അതല്ലേ ഇനി പൈപ്പ് വരാണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്ക്വയർ പൈപ്പ്. വേണ്ട നല്ല കട്ടിയുള്ള പൈപ്പാണ് കേട്ടോ. ഈ പൈപ്പാണ് ഇവിടേക്ക് ഇട്ടേക്കണത്. ഇനി ഇന്നത്തെയും കൂടിയും പണി ഉണ്ടാവുന്ന പറയണത്. ഫ്ലോറൊന്നും ചെയ്തിട്ടില്ല അല്ലേ? അതെ അതുപോലെ ഫ്രണ്ട് നോക്കി, ഫ്രണ്ട് നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും പണി തീരാനുണ്ട്. ഇവിടെയൊക്കെ പൈപ്പ് വരും. വാട്ടർ ചാനലൊക്കെ നല്ല വീതിയിലാണ് കേട്ടോ പണിതേക്കണം. നമ്മുടെ വണ്ടിയുടെ ബാക്കിയുള്ള പണിയും കൂടി നിസാം തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. നിസാം ഞാൻ ഹായ് പറഞ്ഞില്ലേ? ഇലക്ട്രിക് വെൽഡിങ് അടിക്കാൻ കേട്ടാ. ഇവിടെ ഒരു സ്ക്വയർ പൈപ്പ് വെക്കുന്നുണ്ട്. ആപ്പേ ക്ലാസിക് പുതിയ വണ്ടിയുടെ ബോഡി വർക്ക് നമ്മുടെ റിയാസ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടാ. റിയാസ് കട്ടിങ്ങിലാണ് കേട്ടാ. ഈ പീസ് കട്ട് ചെയ്ത് മാറ്റൂ അല്ലേ? ആ എൻ്റെ ഓട്ടോയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയാസൊക്കെ പറന്നാണ്ട പണിയണ നോക്കിയേ. ഇവിടെ അതുലിന്റെ പഴയ ബോഡിയൊക്കെ തുരുമ്പിട്ട് പോയിട്ട് പുതിയ ബോഡി അടിക്കേണ്ട അതിന്റെ തിരക്കിലാണ് മട്ടാഞ്ചേരി നൗഷാദ്. ഈ മട്ടാഞ്ചേട്ട വണ്ടി അതാണ് എന്ത് പറ്റിയാണ് വണ്ടി? അതല്ലേ പഴയ ബോഡി തുരുമ്പെടുത്ത് പോയില്ലേ? ഓക്കെ അതുൽ ഹെഡ്ലൈറ്റ് പുതിയാണോ? പുതിയ മാറ്റിയാണല്ലേ? അതുപോലെ തന്നെ ഇവിടെ ബജാജ് XY ഡീസൽ ബോഡി വർക്കൊക്കെ ഒരുവിധം കഴിയാറായിട്ടാണ്. ചെറിയ രീതിയിലുള്ള വർക്ക് കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ബോഡി വർക്ക് കഴിയും. പക്ഷെ ബമ്പർ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ബമ്പറിൻ്റെ നമ്പർ പ്ലേറ്റ് വരുന്ന ഭാഗം ഓപ്പൺ ചെയ്യാട്ടാ.
ഓപ്പൺ ചെയ്ത് റേഡിയേറ്ററിൻ്റെ കൂളൻ്റൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ കൂളൻ്റൊക്കെ പെട്ടെന്ന് ഒഴിക്കാനൊക്കെ പറ്റും. പിന്നെ എഞ്ചിൻ ഭാഗത്തേക്കൊക്കെ നമുക്കൊന്ന് നോക്കാൻ പറ്റും. അതുകൊണ്ട് സെറ്റല്ലേ? ഓക്കെ. പിന്നെ സൈഡ് വ്യൂ നോക്കി. സൈഡ് വ്യൂ എങ്ങനെയുണ്ട്? ബജാജ് എക്സ്ട്രൈഡ് അടിപൊളിയല്ലേ? ഞാനൊന്ന് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. സൈഡ് ഗ്ലാസ് ഒക്കെ അടിപൊളി. പിന്നെ ഇതിന് സ്റ്റീൽ വർക്കും വന്നിട്ടുണ്ട്. സ്റ്റീൽ വർക്കൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പിന്നെ ഇതിന്റെ ഡിക്കി ഡോർ വന്നിട്ടുണ്ട് കേട്ടോ. ഡിക്കി ഡോറൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. ഡിക്കി ഇനി ഇവിടെ ലോക്ക് വെക്കൂട്ടാ. ലോക്കൊക്കെ വരാണ്ട് ഒരു കണി ബാക്കിയുണ്ട്. ഓക്കെ. കമ്പനി പൈപ്പൊക്കെ മാറ്റി കംപ്ലീറ്റ് സ്ക്വയർ പൈപ്പ് ആക്കി. 15 വർഷത്തെ ഗ്യാരണ്ടി ആണ് കേട്ടോ മട്ടാഞ്ചേരി നൗഷാദ് ഇവിടെ ബോഡി വർക്ക് ചെയ്യുന്ന ഓട്ടോകൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയെന്ന് നമുക്ക് മട്ടാഞ്ചേരി നൗഷാദിനോട് തന്നെ ചോദിക്കാം. ബജാജ് എക്സ്ട്രൈഡ് ഡീസൽ ഓട്ടോ പണിത ഇതിന്റെ റേറ്റ്. നൗഷാദേ, ഈ വണ്ടിയുടെ ഇപ്പൊ ഇത്രയും പണിതില്ലേ? സ്റ്റീൽ വർക്ക്, ബാക്ക്, ഡിക്കി, ബമ്പർ, അതുപോലെ തന്നെ പിന്നെ എത്ര പറഞ്ഞാൽ എന്താണ് ഡോറ് വന്ന് സ്ലൈഡിങ് ഗ്ലാസ് അല്ലേ? ഈ ബോളൊക്കെ ഒന്ന് മേടിച്ചും വന്നേണ്ട. അതെ അല്ലേ? ബോളാൻ മേടിച്ച 37 ആ വെൽഡിംഗ് ഒക്കെ നൗഷാദ് തന്നെയാണ്. ഇവിടെ തന്നെയാണ് വെൽഡിങ്. എല്ലാം വെൽഡിങ് ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പൊ ഇതിന് എത്ര റേറ്റ് ചെയ്യും? 37,000 രൂപയുടെ വർക്കാണ് കേട്ടോ അന്ന് ഈ കണ്ടത് ബജാജ് എക്സ്ട്രൈഡിന്റെ. പിന്നെ എത്ര വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നത്? 15 വർഷം ഗ്യാരണ്ടി ആണ് മട്ടാഞ്ചേരി ഇവിടെ പണി അല്ല മട്ടാഞ്ചേരി നൗഷാദ് ഇവിടെ പണിയുന്ന വണ്ടികൾക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ പണി തുടങ്ങിക്കോ. ഡോറിൻ്റെ സീറ്റ് കട്ട് ചെയ്യുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടിയുടെ ഫുൾ ബോഡി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയുടെ ബോഡി വർക്ക് എന്ന് നിങ്ങളൊന്ന് നോക്ക്. ഞാനിന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം 7:30 മണിയായിട്ടാ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പൊ ബോഡി വർക്ക് എങ്ങനെയുണ്ടെന്ന് ഈ വീഡിയോ കണ്ടവർ താഴെ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണേ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്ങും അപ്പോൾസറിയൊക്കെ കഴിഞ്ഞ് വീഡിയോ ഇട്ട് വരുന്നതാണ്. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെയും അപ്പോൾസറിയുടെയും വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാട്ടോ. ഞാനിപ്പോൾ കൺഫേം പറയുന്നില്ല. ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ച് തിരക്കാണ്. വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് തിരക്കാണ്. ഓക്കെ. എങ്ങനെയുണ്ടെന്ന് ഇതൊക്കെ ഇവിടെ ബോഡി വർക്ക് തീർന്ന വണ്ടികളാണ്. തീർന്നിട്ടില്ല, ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇത് ബാക്കിയുണ്ട്. നമ്മുടെ റിയാസിന്റെ ഇപ്പോഴും പണിത്തിരക്കിലാണ് കേട്ടോ. റിയാസേ, എത്ര മണി വരെയും പണിയും? അങ്ങനെയൊന്നും ഇല്ലെന്നാ പറയണ കേട്ടാ. തിരക്കനുസരിച്ച് അല്ലേ? അതുപോലെ തന്നെ മട്ടാഞ്ചേരി അതോടെ ഗ്ലാമറായിക്കൊണ്ടിരിക്കുന്നുണ്ടോ നോക്കിയേ. ഈ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. പൊളിയല്ലേ? അതുപോലെ തന്നെ രണ്ട് മച്ചന്മാരും ഇവിടെ ക്ഷീണിച്ചിട്ടാ. ഇല്ലെന്നാ പറയണ കേട്ടാ.
ജോയ് ചേട്ടൻ എന്താ നോക്കിയേ ഗ്രൈൻഡ് ചെയ്തോണ്ടിരിക്കാ ജോയ് ഇത് ഹായ് പറഞ്ഞേക്ക് ജോയ് വർക്ക്ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള തൊട്ടടുത്ത് തന്നെയല്ലേ വീട് ആ ഹലോ ഹലോ നൗഷാദേ എന്നൊന്ന് വിട്ടേക്കോ നൗഷാദ് എത്തിപ്പോയിട്ടാ നോക്കിയേ നൗഷാദ് അടിപൊളി ഗ്ലാമറായാലോ ഇപ്പൊ പൊളിച്ചിട്ടാ ഇന്ന് ശമ്പളം കൊടുക്കണ ദിവസം ഒന്നും തോന്നല്ലേ ശനിയാഴ്ച ഓക്കെ നൗഷാദ് ഒരു മിനിറ്റ് ഒന്ന് വരുമോ ഒരു മിനിറ്റ് ഒന്ന് എടുത്തോ നൗഷാദേ നമ്മുടെ വണ്ടിയുടെ ബോഡി വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മ പറഞ്ഞതിലും ഡിലേ ആയിപ്പോയി അല്ലേ നൗഷാദിന് പനിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി കെട്ടപ്പായി പോയി അല്ലേ എല്ലാവരും അപ്പൊ എന്തായാലും നമ്മുടെ വണ്ടിയുടെ ഫുൾ ബോഡി വർക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ നൗഷാദ് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് കേട്ടാ ആ ഡിസ്കൗണ്ട് എന്താണെന്ന് പറയണോ വേണ്ടെന്നാ പറയണ കേട്ടാ നല്ല അടിപൊളി ഡിസ്കൗണ്ടാണ് തന്നേക്കുന്നത് അല്ലേ അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് എന്നാ പിന്നെ ദീർഘിപ്പിക്കുന്നില്ല അല്ലെ നമ്മുടെ ഇൻട്രോ അവസാനം ദീർഘിപ്പിക്കുന്നില്ല എന്നാ പിന്നെ നേരമില്ല എന്നാ പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ